യെസ്, അപ്പോൾ ഡിസബിലിറ്റി ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ അതിൻ്റെ വിജയശില്പിയായ ഡോക്ടർ ഇദ്രീസ് ഇന്ന് ന്യൂസ് മോർണിംഗിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തിയിട്ടുണ്ട്. യെസ്, എങ്ങനെയാണ് തണൽ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഫൗണ്ടേഷന്റെ ഒരു പ്രവർത്തനം എന്നും എങ്ങനെയാണ് അതിന്റെ സേവനം ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ ഡോക്ടർ ഇദ്രീസ് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഡോക്ടർ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ, നമ്മൾ ഡിസബിലിറ്റി ഫെസ്റ്റ് വിജയകരമായി അവസാനിച്ചു. മഹത്തായ എന്ന് വെച്ചാൽ സ്തുത്യർഹമായൊരു ഉദ്യമമായിരുന്നു അത്. ഭിന്നശേഷി മേഖലയിലെ നിരവധി എന്ന് വെച്ചാൽ വലിയ പ്രതിഭകളായ ആളുകളുണ്ട്, ഭിന്നശേഷിക്കാരായ ആളുകൾ. അവർക്കൊക്കെ ഇപ്പോൾ പലതരത്തിലുള്ള ഫെസ്റ്റുകൾ, ലിറ്ററേച്ചർ ഫെസ്റ്റുകളൊക്കെ ബീച്ചിലും പലയിടങ്ങളിലായി നടക്കുമ്പോൾ അവർക്ക് അവരുടെ പരിമിതികൾ കൊണ്ട് കേവലം അതൊരു ആഗ്രഹമായി മാത്രം മാറ്റിവെക്കുന്ന ആളുകളാണ്. അവർക്കൊരു വേദി ഒരുക്കി കൊടുത്തു. എത്ര മനോഹരമായൊരു അനുഭവവും അധ്യായവുമായിരുന്നു അത്. അത് അവസാനിക്കുമ്പോൾ ഗംഭീരമായ അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ എന്ത് തോന്നുന്നു ഡോക്ടർക്ക്? കറക്റ്റാണത്. അത് 4 ദിവസം നടന്ന ആ ഫെസ്റ്റിവൽ KLF-ന്റെ അതേ വേദിയിൽ വെച്ച് നടത്താമെന്നൊരു ആലോചന വരുന്ന സമയത്തും അത് മുന്നോട്ട് കൊണ്ടുപോയ സമയത്തും ഞാനടക്കമുള്ള സംഘാടകർ, അതൊരു തണൽ മാത്രം ചെയ്ത ഒരു പ്രവൃത്തിയല്ല. കേരളത്തിലെ വ്യത്യസ്ത ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന 30ഓളം സംഘടനകൾ ഒരുമിച്ചിരുന്ന് ആലോചിച്ചെടുത്ത ഒരു തീരുമാനം അത് യാഥാർത്ഥ്യമായപ്പോൾ 4 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിൽ നല്ല സംതൃപ്തിയാണ്. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ ഈ കാലം വരേക്കും കേരളത്തിൽ നമുക്കറിയാവുന്ന പോലെ 2.5% ഭിന്നശേഷിക്കാരായ മക്കൾ, ഏകദേശം 10 ലക്ഷം വരുന്ന മക്കൾ, ഈ മക്കളോടായിരുന്നു ഇന്ന് വരേക്കും സംവദിച്ചിരുന്ന അവരുടെ അവകാശം, അവരുടെ പ്രയാസം, അവരുടെ ബുദ്ധിമുട്ട് എന്നുള്ളൊക്കെ രീതിയിൽ സംവദിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ പോലെയുള്ള സംഘങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത 97.5% വരുന്ന പൊതുസമൂഹത്തോട് സംവദിക്കാൻ ലഭിച്ച ആദ്യത്തെ അനുഭവമായിരുന്നു അത്. അവരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ചിട്ടും കണ്ണ് കാണാത്തവൻ്റെ പ്രയാസം കണ്ണ് കെട്ടിക്കൊണ്ട് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് മൂവ് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതിൻ്റെ പ്രയാസങ്ങൾ എത്രത്തോളം ഞാൻ ഉൾപ്പെടുന്ന പൊതുസമൂഹം ഈ മനുഷ്യരെ ചേർത്ത് നിർത്തുന്നതിൽ ഈ കാലം വരേക്കും പരാജയപ്പെട്ടല്ലോ എന്ന തിരിച്ചറിവുണ്ടായ ഒരു സംവിധാനമായിരുന്നു KDF. യെസ്, ഇതിലേക്കൊക്കെ നയിച്ചത് തണൽ റീഹാബിലിറ്റേഷൻ ട്രസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഡോക്ടർക്ക് വേണമെങ്കിൽ മറ്റുള്ള ഡോക്ടർമാരെ പോലെ തന്നെ ഒരു ഒതുങ്ങിക്കൂടാമായിരുന്നു, ഒരു ഹോസ്പിറ്റലിൽ തൻ്റെ ഡ്യൂട്ടിയുമായി മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷെ 18 വർഷം മുൻപ് തണൽ എന്ന ട്രസ്റ്റിന് ഡോക്ടർ രൂപം നൽകുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ 21 സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. 3 ലക്ഷത്തോളം ആളുകൾക്കാണ് അതിൻ്റെ തണൽ ലഭിക്കുന്നത്, അതിൻ്റെ സേവനം ലഭിക്കുന്നത് എന്നതാണ്. എപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെയൊരു ട്രസ്റ്റ് ആരംഭിക്കണം എന്നൊരു മൊമെന്റ്, അങ്ങനെ ഒരു തോന്നലുണ്ടായത്? ഇത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ആക്ഷൻ അല്ല. സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല തരത്തിലുള്ള വിഷയങ്ങളും പ്രയാസങ്ങളൊക്കെ നേരിട്ടുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ അതിശക്തമായ ഒരു സാമ്പത്തിക സാമൂഹ്യ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നു. ആ ഒരു കാലത്തൊക്കെ കണ്ട കുറേ കാഴ്ചകളും കുറേ തിരിച്ചറിവുകളും പുറം ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ എനിക്കൊക്കെ സ്കോളർഷിപ്പ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് MBBS-ന് തുടർ പഠനം നടത്താൻ കഴിഞ്ഞത്. അന്നപ്പോൾ ജിദ്ദയിലുള്ള ഒരു കമ്മിറ്റി പറഞ്ഞ വർത്തമാനം, നിനക്ക് ഇത്തരം ഒരു പൈസ തരുന്നത് കുറേ ആളുകളുടെ വിയർപ്പാണ്, അവർക്കത് തിരിച്ചു വേണ്ടതില്ല, പക്ഷേ നീ സമൂഹത്തിനത് തിരിച്ചു കൊടുത്തേ പറ്റൂ എന്ന് ആ കമ്മിറ്റി മുതൽ തുടങ്ങിയ ഒരു സംഗതി. സ്വാഭാവികമായിട്ട് ഈ മനുഷ്യരുടെ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ഇത് നമ്മുടെ ബാധ്യതയാണ് എന്ന തിരിച്ചറിവിന് പുറത്ത്, ഏതോ അർത്ഥത്തിലുള്ള ഒരു ഔദാര്യമല്ല, മറിച്ച് ഈ മനുഷ്യർക്ക് നൽകുക എന്നുള്ളത് ബാധ്യതയാണ് എന്ന തിരിച്ചറിവിന് പുറത്ത് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള കുറേയേറെ ആളുകൾ, വ്യത്യസ്ത മത രാഷ്ട്രീയ മേഖലയിലേക്ക് പ്രവർത്തിക്കുന്ന മനുഷ്യരെയൊക്കെ അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും ആ ശ്രമം വിജയത്തിലേക്ക് എത്തുകയായിരുന്നു ചെയ്തത്. എല്ലാവർക്കും അവരുടേതായ അജണ്ടയും സംഗതികളൊക്കെ ഉണ്ടെങ്കിലും ഇതിനകത്ത് തികഞ്ഞ് ഏകദേശം 20,000-ലധികം വോളണ്ടിയർമാരാണ് പാൻ ഇന്ത്യ ബേസിസിൽ നമ്മുടെ കൂടെയുള്ളത്. പക്ഷേ ഇതിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ അജണ്ടകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ആ മനുഷ്യരുടെ ഉന്നമനം, അവരുടെ മുഖത്തൊരു സംതൃപ്തി വരുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അത് അങ്ങനെയാണ് ഇതിനെ പ്രാവർത്തികമാക്കിയത്. ഇത് ഏതെങ്കിലും ഒരു എൻ്റെ ഒരു ഉദ്യമം അല്ല, ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ്, അങ്ങനെ വേണം ഇതിനെ പറയാൻ. നമ്മൾ ഈ KDF-ലേക്ക് തിരിച്ചു വന്നാൽ ഡോക്ടർ, ഇതിപ്പോൾ എത്ര നാളത്തെ അധ്വാനമായിരുന്നു എന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ എത്ര നാൾ മുമ്പ് തുടങ്ങി, ഇതിൻ്റെ സെഷനുകളൊക്കെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എന്ന് വെച്ചാൽ ഈ ഭിന്നശേഷിക്കാരായ എല്ലാ കുട്ടികളെയും മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരിലേക്കൊക്കെ ഇതിൻ്റെ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുന്ന രീതിയിൽ വേണമല്ലോ ഇത് മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെ സെഷൻസ്, അതിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതൊക്കെ ഡിസൈൻ ചെയ്യുന്ന അതിൻ്റെ ഒരു കാലയളവ് എങ്ങനെയായിരുന്നു? സമൂഹത്തിൽ ഏതൊക്കെ ഭാഗങ്ങളിലുള്ള സംഘടനകൾ, മനുഷ്യർ ഇതുമായി സഹകരിച്ചു?
യഥാർത്ഥത്തിൽ ഇതിന് കുറച്ച് സമയം മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഇപ്പോൾ തണലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ചെറുപ്പക്കാർ, ഇതൊരു ചെറുപ്പം നൽകിയ ഒരു ആവേശമായിരുന്നു ഇത് യഥാർത്ഥത്തിൽ. നദീറിനെ പോലെയും ബൈജുവിനെ പോലെയും ഡോക്ടർ ഫായിസിനെ പോലെയൊക്കെയുള്ള ആളുകൾ കുറേ കാലമായി കൊണ്ടു നടക്കുന്ന സ്വപ്നമായിരുന്നു ഇത് ആളുകളെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും KLF ഒരു ആലോചനയേ അല്ലായിരുന്നു. ഈ ഒരു ആലോചനയുടെ പുറത്ത് നാട്ടിലുള്ള ഇവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ കുറച്ച് സംഘടനകളോട് വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഡോക്ടർ ഹക്കീം മാഷ് അതിലുണ്ടായിരുന്നു. അദ്ദേഹവും ഡോക്ടർ റോഷൻ ബിജിലിയും വന്നപ്പോഴാണ് എന്തുകൊണ്ട് KLFൻ്റെ വേദിയെ ഉപയോഗപ്പെടുത്തിക്കൂടാ എന്നൊരാലോചന വരുന്നതും പിന്നെ ഇത് കുറേ കൂടി വലുതാവുന്നതും. അങ്ങനെ വലുതായപ്പോൾ ഈ ആളുകളുടെയൊക്കെ ഡോക്ടർ റോഷനായിരുന്നു ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ, ഹക്കീം മാഷായിരുന്നു ഫെസ്റ്റിവൽ കോർഡിനേറ്റർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആളുകൾ അവർ മുന്നിൽ വന്നപ്പോൾ പിന്നെ നമ്മുടെ കൂട്ടരുടെ എനർജിയും പ്ലസ് ഈ യുവത്വത്തിൻ്റെ വോളണ്ടിയേഴ്സിൻ്റെ അതിസുന്ദരമായ ഇടപെടലായിരുന്നു. ഇതൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എത്രത്തോളം മനോഹരമാക്കാം, എത്രത്തോളം ഭിന്നശേഷിക്കാരായ ആളുകളെ ഉൾക്കൊള്ളിക്കാം എന്നുള്ള ഒരു ആലോചനയും ചിന്തയും വരുന്നു. അതിനനുസരിച്ചാണ് ഇത് മൊത്തം, ഇതിൻ്റെ അക്കാഡമിക് സെഷൻ ആവട്ടെ, ഇതിൻ്റെ കൾച്ചറൽ പ്രോഗ്രാം ആവട്ടെ, ഇതൊക്കെ ഡിസൈൻ ചെയ്തത് ഈ അർത്ഥത്തിൽ. അതിൻ്റെ ഗുണമെന്ന് റിസൾട്ട് എന്ന് പറയുന്നതും ഈ യൂത്തിൻ്റെ ഒരു സാധ്യതയെ അത് ആ അർത്ഥത്തിലേക്ക് നമുക്ക് ഭാവിയിലേക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ള ഒരു നല്ല തിരിച്ചറിവായിരുന്നു ഈ ഒരു KDF.